ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചോക്ലേറ്റ് മുട്ടായി എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നമ്മുടെ മക്കളുടെ എല്ലാം പ്രിയപ്പെട്ട ചോക്ലേറ്റ് നമ്മൾ തന്നെ ഉണ്ടാക്കി അവർക്ക് കൊടുക്കുകയാണെങ്കിൽ അതൊരു പ്രത്യേക സന്തോഷമായിരിക്കും. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ വീഡിയോ കണ്ട ശേഷം ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. ഈ ചോക്ലേറ്റ് മുട്ടായി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മിൽക്ക് കോമ്പൗണ്ടാണ്. മിൽക്ക് കോമ്പൗണ്ടിന് പകരം വൈറ്റ് കോമ്പൗണ്ടോ ഡാർക്ക് കോമ്പൗണ്ടോ എടുക്കാം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത ശേഷം മെൽറ്റ് ചെയ്തെടുക്കാം. ആദ്യം ഇതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഈ മിൽക്ക് കോമ്പൗണ്ടും ഡാർക്ക് കോമ്പൗണ്ടും ഒക്കെ തന്നെ നമുക്കിപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ എളുപ്പത്തിൽ വാങ്ങാനായിട്ട് കിട്ടും. എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇതൊക്കെ കിട്ടും. പിന്നെ ഇത് വാങ്ങിയ ശേഷം ഇത് ഫ്രിഡ്ജിലൊന്നും സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. ആവശ്യത്തിന് എടുത്ത ശേഷം ബാക്കിയുള്ളത് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിൽ അടച്ച് സൂക്ഷിച്ചാൽ മാത്രം മതി. നമുക്ക് എത്ര മുട്ടായി വേണമോ അതിനനുസരിച്ച് ഇത് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതിന് 2 കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് കവറിലിട്ട് തന്നെ അടച്ച് സൂക്ഷിക്കാം. ഇനി ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ച ശേഷം അതിന് മുകളിലായിട്ട് കുറച്ചുകൂടെ ഒരു വലിയ പാത്രം വെച്ച് കൊടുക്കാം. ഇതുപോലെ ഗ്ലാസ് പാത്രം തന്നെ വേണമെന്നില്ല, സ്റ്റീൽ പാത്രം ആയാലും കുഴപ്പമില്ല. പിന്നെ മുകളിലിരിക്കുന്ന പാത്രം നന്നായിട്ട് തുടച്ച് ഉണക്കിയ പാത്രം വേണം എടുക്കാനായിട്ട്. അല്പം പോലും വെള്ളത്തിൻ്റെ നനവ് പാടില്ല. അതിലേക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ച ശേഷം മാത്രമേ മുകളിൽ പാത്രം വയ്ക്കാവൂ. കുറച്ച് സമയം കൊണ്ട് തന്നെ ഇത് മെൽറ്റായിട്ട് തുടങ്ങും. ഇപ്പോൾ ഇത് മെൽറ്റ് ആവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഈ സമയത്ത് തീ കുറച്ച് വെച്ചാൽ മതി, തീ കൂട്ടി വയ്ക്കുകയൊന്നും വേണ്ട, കുറച്ച് വെച്ചാൽ മതി. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ആയിരിക്കും നല്ലത്. ബട്ടർ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം. ഇനി ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം ഇളക്കിയാൽ മതി. നല്ല പോലെ സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുത്താൽ മാത്രം മതി. നന്നായിട്ട് ഇളക്കി ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം കുറച്ച് നട്ട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് കാഷ്യൂസ് എടുത്തിട്ട് അതൊന്ന് കട്ട് ചെയ്ത് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തതാണിത്. വെറുതെ ഫ്രൈ പാനിലിട്ട് ഒന്ന് വറുത്തെടുത്തതാണ്. അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഈ ചോക്ലേറ്റ് സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലുള്ള മോൾഡാണ്. ഒരു ഹാർട്ട് ഷേപ്പിലുള്ള മോൾഡും എടുത്തിട്ടുണ്ട്. ഇതൊന്നും തന്നെ വേണമെന്നില്ല, നമ്മുടെ ഐസ് ട്രേ എടുത്താലും മതിയാകും. ചോക്ലേറ്റ് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു ചെറിയ സ്പൂൺ വെച്ചിട്ട് കോരി ഒഴിച്ചു കൊടുക്കാം. നട്ട്സൊക്കെ ചേർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് അത് കഴിക്കാനായിട്ട്. നട്ട്സൊന്നും കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ പോലും ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് കഴിച്ചോളും. ഡാർക്ക് കോമ്പൗണ്ടിലും വൈറ്റ് കോമ്പൗണ്ടിലും ഒക്കെ തന്നെ ഇതുപോലെ തന്നെ ചെയ്തെടുത്ത് നല്ല ചോക്ലേറ്റ് ആയിട്ട് തന്നെ നമ്മുടെ മക്കൾക്ക് കൊടുക്കാനായിട്ട് പറ്റും. നമ്മൾ വീട്ടിലുണ്ടാക്കിയെടുക്കുമ്പോൾ അത് നന്നായിട്ട് നമുക്ക് വിശ്വസിച്ച് അതിനെ കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ വിലയും അധികം ഒന്നും ആവില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിനുള്ളിൽ എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറാനായിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം. ഇനി ഈ ഹാർട്ട് ഷേപ്പിലുള്ള മോൾഡിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതിനിപ്പോൾ ചെറിയ മോൾഡായതുകൊണ്ട് തന്നെ കുറച്ച് സമയമെടുത്ത് ഒഴിച്ചു കൊടുക്കണം. നട്ട്സൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് അത് കഴിക്കാനായിട്ട്. ഇടയ്ക്കിടയ്ക്ക് നട്ട്സ് കടിക്കാനായിട്ട് കിട്ടും. ഇതും നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം.
നന്നായിട്ട് ടാപ്പ് ചെയ്ത ശേഷം ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം. കത്തിയോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. മുകളിലുള്ള ചോക്ലേറ്റൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാം. അതിനുശേഷം ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ടത് സെറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഒരു 10-15 മിനിറ്റ് ഫ്രീസറിൽ വെച്ചാൽ മതി. നന്നായിട്ടത് സെറ്റായിട്ട് വരും. രണ്ടും ഫ്രീസറിലേക്ക് വയ്ക്കാം. ഞാനിപ്പോൾ ഇത് 15 മിനിറ്റ് ആയപ്പോഴാണ് എടുത്തത്. നല്ല പോലെ തന്നെ ഇത് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ മോൾഡിൽ നിന്ന് ഇളക്കി മാറ്റാനായിട്ട് നല്ല എളുപ്പത്തിൽ ഇളക്കി മാറ്റാം. കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഒരു ചോക്ലേറ്റ് അതിനെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ചോക്ലേറ്റ് ഉണ്ടാക്കിയിട്ട് നല്ലൊരു ഭംഗിയുള്ള റാപ്പറിൽ പൊതിഞ്ഞിട്ട് കവറിലിട്ട് കുട്ടികൾക്കൊക്കെ ഗിഫ്റ്റായിട്ട് കൊടുക്കാനും നല്ലതാണിത്. പിന്നെ സെയിൽ ചെയ്യാനും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. പല ടൈപ്പിലുള്ള മോൾഡ് നമുക്ക് കടകളിൽ വാങ്ങാനായിട്ട് കിട്ടും. മുഴുവനും ഇളക്കി മാറ്റാം. ഹാർട്ട് ഷേപ്പിലുള്ള മോൾഡിൽ നിന്നും ഇളക്കി മാറ്റാം. അതും പെട്ടെന്ന് തന്നെ ഇളക്കി മാറ്റാനായിട്ട് പറ്റും. മുഴുവനും ഇളക്കി മാറ്റാം. അങ്ങനെ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ചോക്ലേറ്റ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികളെല്ലാം നല്ല ഇഷ്ടത്തോടെ തന്നെ കഴിച്ചോളും. അവർ പിന്നെ കടയിൽ നിന്ന് വാങ്ങണമെന്നേ പറയില്ല. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ കാണാനായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.